തീഹാർ ജയിലിൽ കഴിയുന്ന നീതിമാനായ ഡൽഹി മുഖ്യൻ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മാമ്പഴവും 2 ലഡുവും ലേശം ചായയും കഴിച്ചത് ഇഡിയും സംഘികളും കുത്തിപ്പൊക്കി വിവാദമാക്കി. സംഘിഭരണത്തിൽ മാമ്പഴത്തിന് പോലും രക്ഷയില്ല. പ്രമേഹ രോഗിയായ കേജ്രിവാൾ ഇടയ്ക്കിടെ മാമ്പഴവും ലഡുവും അകത്താക്കി രക്തത്തിലെ പഞ്ചാരയുടെ അളവ് കൂട്ടി പുറത്തു ചാടാൻ ശ്രമിക്കുകയാണെന്നാണ് ഇഡിയുടെ വിചിത്രമായ കണ്ടുപിടുത്തം. മറ്റു പദ്ധതികൾ പൊളിഞ്ഞ സ്ഥിതിക്ക് മാമ്പഴവിദ്യ പരീക്ഷിച്ചു നോക്കാൻ ചില അടുപ്പക്കാർ കേജ്രിവാളിനെ ഉപദേശിച്ചെന്നാണ് കരക്കമ്പി. സമാനമായ വിദ്യ കുറേ കാലം മുമ്പ് കേരളത്തിൽ ഒരു വനിതാ നേതാവ് പരീക്ഷിച്ചിരുന്നു. അന്ന് കോൺഗ്രസിലായിരുന്ന കക്ഷി ഇപ്പോൾ LDFിലാണ്. LDFിന് ശോഭനമായ ഭാവി ഉറപ്പു നൽകുന്ന ഈ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കുഴഞ്ഞു വീണു. അതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്ന കക്ഷിയുടെ ക്ഷീണം കണ്ട് പാർട്ടിക്കാർ പോലും പകച്ചുപോയി അത്രേ. മണിക്കൂറുകൾക്ക് ശേഷം കണ്ണു തുറന്ന നേതാവിൻ്റെ മുഖത്ത് ജയിലിലേക്കുള്ള യാത്ര ആശുപത്രിയിലേക്കായതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു എന്നാണ് പാർട്ടിക്കാരുടെ ഒരു തമാശ. വീട്ടിൽ നിന്നിറങ്ങും മുൻപ് നേതാവ് മുറിയിലേക്ക് ഓടിക്കയറി ഉറക്കഗുളിക കഴിച്ചെന്നാണ് എതിരാളികൾ പറഞ്ഞു നടന്ന പരദൂഷണം. നല്ല സ്ട്രോങ് ആയിരുന്ന ഡൽഹി മദ്യനയത്തിൽ കേജുവും അടുപ്പക്കാരും വെള്ളമൊഴിച്ചെന്നാണ് ഇഡിയുടെ ആരോപണം. സോഡയായിരുന്നെങ്കിൽ പിന്നെയും ക്ഷമിക്കാമായിരുന്നു അല്ലേ? സർക്കാർ നിയന്ത്രണങ്ങൾ നീക്കി സ്വകാര്യ മുതലാളിമാർക്ക് കടന്നു വരാൻ സൗകര്യം ചെയ്തുവെന്ന ആരോപണത്തിൽ കുരുക്ക് മുറുകയാണെങ്കിലും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിതയ്ക്കോ പേടിയില്ല. കേജു ജയിലിൽ സ്ഥിരതാമസമാക്കിയാൽ പോലും ഡൽഹിയിലെ കാര്യം എന്താവുമെന്നതിൽ ആ ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടെങ്കിലും കേജുവിനോ ഭാര്യയ്ക്കോ അതില്ല. കേജ്രിവാൾ സിംഹമാണെന്നും ഏതു ജയിലിൽ നിന്നും അദ്ദേഹത്തിന് ചാടാനാവുമെന്നും ഭാര്യ സുനിത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പറഞ്ഞത് ഭാര്യയായതിനാൽ തെറ്റാൻ വഴിയില്ല. ജയിലിൽ ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹം ഉണർന്നാൽ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, സിംഹമായി പുറത്തു ചാടി സംഘികളുടെ കഥ കഴിക്കും. അല്ലെങ്കിൽ ജയിലിലെ ശൗചാലയത്തിൽ പോയി വന്ന് വീണ്ടും കിടന്നുറങ്ങും. സംഘികളുടെ സമയം പോലെ ഇരിക്കും കേജുവിൻ്റെ ജാതകം.